ഡ്യൂട്ടി എടുക്കാനായിട്ട് വന്നതാണ്. ആക്റ്റീവാണ്, കുറച്ച് ആക്റ്റീവായിട്ടുള്ളത്. രാവിലെ എന്തോ ഇതൊക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് കഴിഞ്ഞിട്ട് അന്ന് ഡ്യൂട്ടി എടുക്കുന്ന ആളാണ്. അപ്പോൾ രാവിലെ അവിടെ എന്തോ ആവശ്യമായിട്ട് പുറത്ത് പോയിട്ട് വന്ന് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് അനുശേഖർ ട്രെയിൻ അപകടത്തിൽ മരിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളിവിടെ ഉള്ളത്. എന്താണ് സംഭവിച്ചതും എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നൊക്കെ അറിയാം. എന്താണ് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാവിലെ 9:30 എനിക്ക് വിവരം അറിയുന്നു. അനിയനാണ് വണ്ടിയിൽ നിന്ന് താഴെ വീഴുന്നു. പെട്ടെന്ന് അവിടെ എത്തിച്ചേരണം. എത്രമാത്രമാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്താണെന്നൊന്നും വ്യക്തമായി അല്ല. അവിടെ ചെന്ന് കഴിയുമ്പം പറയുന്നത് പുള്ളിക്ക് 11 മണിക്ക് ഡ്യൂട്ടി, അടുത്ത ഡ്യൂട്ടി 11 മണിക്കുണ്ട്. അപ്പോൾ ഡ്യൂട്ടി എടുക്കാനായിട്ട് വന്ന വഴിക്ക് എന്തോ സംഭവിച്ചു. ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അശ്രദ്ധമുള്ള കൈവഴുതി പോയി. ആ സ്ഥലത്ത് ഈ കുറച്ച് ഗ്യാപ്പ് കൂടുതലാണ് പ്ലാറ്റ്ഫോമിൽ. ആ ഇതിൽ ഉള്ളിലേക്ക് വഴുതി പോയി എന്നാണ് എനിക്ക് കിട്ടിയ അവിടുന്ന് തന്ന ഇത്. അല്ലാതെ അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് അറിയില്ല. ഈ സംഭവം എനിക്ക് നടക്കുന്നത് 9 മണിയോടെ രാവിലെ നടക്കുന്നു. 9:30 എനിക്ക് വിവരം കിട്ടുന്നു. ഞാനവിടെ പോയി എല്ലാം അറിയുന്നത് 2 മണിക്ക് മുകളിലാണ്, ഉച്ചയ്ക്ക് 2 മണിക്ക് മുകളിൽ. ചിലപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്നവർ ഓരോ ആൾക്കാർ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് വ്യക്തത എനിക്കില്ല. അവരെന്താണ് പറയുന്നത്? ഈ പറയുന്ന ഡ്യൂട്ടി എടുക്കാനായിട്ട് വന്നതാണ്. ആക്റ്റീവാണ്, കുറച്ച് ആക്റ്റീവായിട്ടുള്ളത്. രാവിലെ എന്തോ ഇതൊക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് കഴിഞ്ഞിട്ട് അന്ന് ഡ്യൂട്ടി എടുക്കുന്ന ആളാണ്. അപ്പോൾ രാവിലെ അവിടെ എന്തോ ആവശ്യമായിട്ട് പുറത്ത് പോയിട്ട് വന്ന് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എന്താ പോയിട്ട് വന്നതെന്നുള്ള ക്ലിയറായിട്ട് എനിക്കറിയില്ല. അവിടുത്തെ ആക്റ്റീവായിട്ട് കുറച്ച് ഗെയിംസുകളും അങ്ങനെ കാര്യങ്ങളിലൊക്കെ ആക്റ്റീവാണ്. അപ്പോൾ രാവിലെ എന്തോ ഒരു ആവശ്യത്തിന് പോയിട്ട് തിരിച്ച് വന്ന് ഡ്യൂട്ടി എടുത്തോളാം എന്ന് അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് ഇതിനിടെ വണ്ടിയിൽ നിന്ന് ഉള്ളിലേക്ക് പോയി, പ്ലാറ്റ്ഫോമിനിടയിൽ പോയി. ഡ്യൂട്ടിക്ക് പോയ സമയത്താണ്. സ്റ്റേഷനിൽ ഡ്യൂട്ടി 11 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ അതിന് ആ സ്റ്റേഷനിൽ ഒരു ചെറിയ സ്റ്റേഷനാണ്. എല്ലാ എക്സ്പ്രസ് ഒന്നുമില്ല, കുറച്ച് പാസഞ്ചറുകൾ മാത്രം നിർത്തുന്ന ഒരു സ്റ്റേഷൻ. അവിടെ ഇറങ്ങാനും കൺവീനിയൻ്റായി ഒരു പാസഞ്ചറിൽ അവിടെ ചെന്ന് പോകുന്നതിനിടയിലാണ് സംഭവിച്ചത്. അപ്പോൾ ഇറങ്ങുമ്പോൾ കൈവഴുതി പ്ലാറ്റ്ഫോമിനുള്ളിലേക്ക് പോയി എന്ന് അറിയുന്നു. എന്താണെന്നുള്ള വ്യക്തമായിട്ട് എനിക്ക് ഒരു ഇതറിയാൻ കഴിയില്ല. കാരണം എല്ലാം സംഭവിച്ച് എല്ലാം കഴിഞ്ഞ് അവിടെ ഓരോ ആൾക്കാർ പറയുന്നത് മാത്രമേ ഞങ്ങൾക്ക് ഇതുള്ളൂ. ഒരു സ്റ്റേഷനായിട്ട് CCTV വേറെ ഒന്നും ഇല്ല. അവിടെ എന്ത് നടന്നൊന്നും അറിയില്ല. ഇല്ല, ഒന്നും ഇല്ല. അവിടെ ചോദിച്ചു. പിന്നെ സ്റ്റേഷനെ സംബന്ധിച്ച് സ്റ്റേഷൻ ഒരു വലിയൊരു കർവ്, നമ്മുടെ ഇവിടെ പാറശാല സ്റ്റേഷനുള്ള പോലെ വലിയൊരു വളവിലിരിക്കുന്ന സ്റ്റേഷനാണ്. ഒരു സ്ഥലത്ത് നടക്കുന്ന മറു സ്ഥലത്തുള്ള ആൾക്ക് അറിയാൻ വഴിയില്ല. ഗവൺമെൻറ് സ്റ്റേഷനുകളുടെ ബുദ്ധിമുട്ട് അതാണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ അതേ സ്ഥലത്ത് കൂടെ അടുത്ത് ഇരുന്ന ആൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ കഴിയുള്ളൂ. ഓരോ ആൾക്കാർ ഓരോന്ന് പറയുന്നു. അവിടെ ചെല്ലുമ്പോഴും ഇങ്ങനെ പറയുന്നതല്ലാതെ വ്യക്തതയില്ല. എന്തോ അതെ, ബുധനാഴ്ച അല്ല ബുധനാഴ്ച റെസ്റ്റ് ഉണ്ട്. വീക്ക്ലി റെസ്റ്റ് ബുധനാഴ്ച ഇവിടെ വന്ന് കുഞ്ഞിനെ കാണാൻ എല്ലാ ആഴ്ചയും വരും. വെള്ളിയാഴ്ച വീക്ക്ലി റെസ്റ്റിന് ഇവിടെ വന്ന് കുഞ്ഞിനെ കാണാറുണ്ട്. ഒരു 4 മാസമായ കുഞ്ഞിനെ കാണാൻ കഴിയുക. അങ്ങനെ കുഞ്ഞിനെയും കണ്ടു കഴിഞ്ഞ് തിരികെ പോയതാണ്. ഡ്യൂട്ടിക്കായിട്ട് തിരികെ പോയ ആളാണ്. ഇങ്ങോട്ടേക്ക് വന്നതല്ല. ഡ്യൂട്ടി അടുത്ത ദിവസം രാവിലെ ഡ്യൂട്ടി എടുക്കാനായിട്ട് പോയ ആളാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് കയറിയതല്ല. അതുമാത്രം എനിക്ക് ഉറപ്പുണ്ട്. ഈ പറയുന്നത് അവർ പറയുന്ന പോലെ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് കയറിയെന്ന് പറയുന്നത് ഡ്യൂട്ടി കഴിഞ്ഞിട്ടല്ല ആൾ കയറിയിട്ട്, അടുത്ത് ഡ്യൂട്ടി എടുക്കാനുള്ള ആളാണ്. അവിടെ ചെന്നപ്പം ബാക്കിയുള്ള പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരുടെ കൂടെ സ്റ്റേഷനിലുള്ള സ്റ്റേഷൻ സ്റ്റാഫുകൾ, ഒഫീഷ്യൽസ്, യൂണിയൻ ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ നല്ലൊരു ജനാവലി ഉണ്ടായിരുന്നു. ഒരു 20 മേൽ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഒന്നും ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരുന്നില്ല. വണ്ടിയുടെ അകത്തായിപ്പോയി, ഇങ്ങനായിപ്പോയി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നീടാണ് ഉള്ളിൽ വെച്ച് CPR കൊടുക്കുന്ന ഒരു വീഡിയോ ദൃശ്യം കാണിച്ചു തന്നു. ഉടനെ അവർ അറ്റംപ്റ്റ് ചെയ്തിരുന്നു, CPR കൊടുത്തു നോക്കി. പക്ഷേ അപ്പോഴത്തെ വീഴ്ചയിൽ തലയ്ക്ക് പുറകിൽ അടി വാങ്ങി. വേറെ ഒരു ഇതുമില്ല, ശരീരഭാഗത്തിൽ ഒരു ഇതുമില്ല, തലയിലുള്ള ക്ഷതമല്ലാതെ വേറെ ഒരു ഇതുമില്ലാതെ സമയമെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. എന്ത് സംഭവിച്ചു എന്നറിയില്ല. അത് എല്ലായിടത്തും നമുക്ക് പ്രാബല്യമില്ല. ഇത് ചെറിയൊരു സ്റ്റേഷനാണ്, എന്താ പറയുക, വളരെ ചെറിയൊരു സ്റ്റേഷനാണ്.
പാസഞ്ചർ ട്രെയിനുകൾ മാത്രം നിർത്തുന്ന ചെറിയ സ്റ്റേഷൻ. അവരെന്താണ് പറഞ്ഞത്? ഇല്ല ഇതിന് ബന്ധപ്പെടാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇപ്പോൾ എല്ലാം വാങ്ങിയിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിലും വാങ്ങിയിട്ടുണ്ട്, എല്ലാ സഹായം നമുക്ക് ചെയ്യുന്നുവെന്ന് പറയുന്നുണ്ട്. അതിന് ഒരു ഇതുമില്ല, എല്ലാ സഹായം നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ എൻ്റെ നമ്പറെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഇന്ന് കഴിഞ്ഞല്ലേ ഉള്ളൂ, ചടങ്ങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവർ കോൺടാക്റ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് കൂടെ വർക്ക് ചെയ്ത ആൾ വന്നു. കൂടെ വർക്ക് ചെയ്ത് ഇന്നലെ ഡ്യൂട്ടി വർക്ക് ചെയ്ത ആൾ രാവിലെ വന്നിരുന്നു. ഞാൻ എന്നോട് സംസാരിച്ചു. അവരും ചോദിച്ചാൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞാൽ, ഇവിടെ വീട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ചത്. വരുമെന്ന് പറഞ്ഞത് മാത്രമാണ് അത് അയാൾ പറഞ്ഞത്. വേറെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഈ അനു പോയി ആ അടുത്ത ഡ്യൂട്ടി എടുക്കാനുള്ള ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ വന്നിരുന്നു. ഇത്രയാണ് പറഞ്ഞത്. ബാക്കി എന്താണെന്ന് വെച്ചാൽ വ്യക്തതയായിട്ട് പിന്നെ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് തരണം. വീട്ടിൽ നാട്ടിലെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായ ഒരു ചെറുപ്പക്കാരാണ്. എല്ലാ കാര്യങ്ങളും നാട്ടിൽ എന്ത് പ്രവർത്തനത്തിനായാലും ഇവിടെ തന്നെ ഒരു അഡ്വർടൈസിങ് ഒരു അഡ്വഞ്ചർ ടീമായിട്ട് അമ്മാസ് എന്ന് പറയുന്നതിൽ ആക്റ്റീവായിട്ടുള്ളൊരു മെമ്പറാണ്. അപ്പോൾ അവരുടെ എല്ലാ സേഫ്റ്റി ക്യാമ്പ് എല്ലാം ചെയ്യുന്ന ആളാണ്. അവരുടെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചാൽ ഇവിടെ വീട്ടിൽ വരികയാണെങ്കിൽ തന്നെ ആഴ്ചയിലോട്ട് വരികയാണെങ്കിൽ തന്നെ ഫ്രണ്ട്സിനൊപ്പം കുറച്ച് സമയം ചിലവഴിക്കും, സമൂഹമായിട്ടെല്ലാം ഇറങ്ങും, എല്ലാം ചെയ്യുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അവിടുത്തെ അവിടുത്തെ സ്റ്റേഷൻ സൂപ്രണ്ട്, അവരാണ് ആ സ്റ്റേഷൻ്റെ ചാർജ്. സൂപ്രണ്ട് എനിക്ക് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കർക്കശക്കാരനായ ഉദ്യോഗസ്ഥനാണ്. ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല, എല്ലാം കറക്റ്റായിട്ട് ചെയ്യും. അയാൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇത് പറ്റിപ്പോയി എന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല. എന്ന് വെച്ചാലും സേഫ്റ്റി വിട്ട് ചെയ്യുന്ന ആളല്ല. എന്തുകൊണ്ട് ചിലപ്പോൾ ഇവിടെ വന്നിട്ട് പോയ യാത്രാക്ഷീണം കൊണ്ടുള്ള എന്തെങ്കിലും ഇതുകൊണ്ടോ എന്തോ ഒരു സംഭവിച്ചു. എത്ര വർഷമായി ജോയിൻ ചെയ്തിട്ട്? അനു 2 വർഷം ആകാൻ പോകുന്നേ ഉള്ളൂ റെയിൽവേയിൽ. അതിന് മുന്നേ ഇവിടെ പഞ്ചായത്തിൽ ക്ലർക്കായിരുന്നു. പാലക്കാട് വള്ളാപ്പുഴ പഞ്ചായത്തിൽ ക്ലർക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2 വർഷം മുന്നെയാണ് റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്റർ ജോലി കിട്ടുന്നത്. ഫാമിലി ജോലി കിട്ടിയ സമയത്ത് അപ്പോൾ കല്യാണലാലയനായിരുന്നു. ജോലി ജോയിൻ ചെയ്തതിന് ശേഷം കല്യാണം കഴിയുന്നു. കുഞ്ഞിപ്പോൾ ജനിച്ച് 4 മാസമാകുന്നു. ദൃക്സാക്ഷി സ്റ്റേഷനെ പറ്റി സംസാരിക്കുമ്പോൾ സ്റ്റേഷൻ ഒരു നല്ലൊരു കർവലായിരിക്കുന്ന സ്റ്റേഷൻ, നല്ല വളവിലിരിക്കുന്ന സ്റ്റേഷനാണ്. ഒരു കോച്ചിൽ നിന്ന് അടുത്ത കോച്ചിലേക്ക് സംഭവിക്കുന്നതിനെ അറിയാൻ ചിലപ്പോൾ നമ്മൾ സ്റ്റേഷൻ നേരെയാണ് നല്ല ലെവലായിട്ടിരിക്കുന്ന സ്റ്റേഷനാണെങ്കിൽ ഒരു എൻഡ് മുതൽ അത് അടുത്ത എൻഡ് വരെ കാണാൻ കഴിയും. അപ്പോൾ ഈ സംഭവം നടന്ന സ്റ്റേഷൻ നല്ല ഒരു വളവിലിരിക്കുന്ന സ്റ്റേഷനാകുമ്പോൾ ഒരു കോച്ചിൽ നിന്ന് അടുത്ത ഒരു കോച്ച് കൂടെ കാണാൻ കഴിയുമായിരിക്കും. ഫുൾ ട്രെയിൻ വന്ന ഒരാൾക്ക് ഒരു പ്ലാറ്റ്ഫോമിലും കാണാൻ കഴിയില്ല, ആ കണ്ടീഷനാണ്. അപ്പോൾ ഏറ്റവും മുന്നിലിരിക്കുന്ന ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം അടുത്തുള്ള 2 കോച്ചുകൾ കാണാം, പുറകിലുള്ള ഗാർഡിനെ സംബന്ധിച്ചാൽ 2 കോച്ച് അവിടെയും കാണാൻ കഴിയും. ഇല്ല നടുവിൽ എന്ത് സംഭവിക്കുന്നതെന്ന് അവർക്ക് 2 പേർക്കും അറിയാൻ പറ്റില്ല. ആ കോച്ചിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിരിക്കും. സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ അവരും ഇത് നടന്ന സ്ഥലം അവർക്ക് വിസിബിളായിട്ടുള്ള ഏരിയയിലല്ല നടന്നിരിക്കുന്നത്, കുറച്ച് മാറിയിട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ജോഗ്രഫിക്കലി ആ സ്റ്റേഷൻ നമുക്കൊരു വിസിബിലിറ്റി കിട്ടാത്ത സ്ഥലമാണ്. അവിടെ ആ കോച്ചിൽ തന്നെ ഉള്ള ഒരാൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. ആ സ്ഥലം കണ്ടിരുന്നു? കണ്ടിരുന്നു. അപ്പം അങ്ങനെ അവർ പറഞ്ഞതുപോലെ തന്നെ അത് ഇപ്പോൾ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം പ്ലാറ്റ്ഫോം ഈ വണ്ടിയും തമ്മിൽ കുറച്ച് നല്ല ഗ്യാപ്പ് ഉണ്ടാകും. ഈ കർവുകളുള്ള സ്റ്റേഷനിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഇച്ചിരി അല്പം അധികമാണ്. ഒരാൾ ചെറുതായിട്ട് വഴികിയാൽ തന്നെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യതയുള്ള സ്റ്റേഷനാണ്. പല സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ കറക്റ്റായിട്ട് ബോർഡുമായിട്ട് കറക്റ്റായിരിക്കും ബോർഡ് കയറി പോകുന്നത്. ഈ സ്റ്റേഷനിൽ അങ്ങനെയല്ല, കുറച്ച് ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഒരു വലിയ പ്രശ്നമാണ് അവിടെ സംഭവിച്ചത്. അല്പം ഒന്ന് വഴുതി കഴിഞ്ഞാൽ കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ നേരെ ഉള്ളിലേക്ക് പോകാനാണ് സാധ്യത ഉള്ളത്. നോർമലി റെയിൽവേ ട്രാക്ക് എന്ന് പറയുമ്പോൾ വീണ് കഴിഞ്ഞാൽ ഒന്ന് നിൽക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ല, കിട്ടത്തില്ല. അത് വണ്ടിയുടെ ആ ഒരു ഗ്യാപ്പില്ല, ഉണ്ടാകത്തില്ല. ആ ഗ്യാപ്പ് വളരെ ഒന്ന് താഴെ ഇതെല്ലാം മറ്റേ ജെല്ല് കെട്ടിക്കുകയായിരുന്നല്ലോ, മെറ്റൽസ് ആയിരിക്കും കിടക്കുന്നത്. ആ മെറ്റലിൽ നമുക്ക് പെട്ടെന്ന് പോയി നിൽക്കുമ്പോൾ നോർമൽ ഇതിൽ തന്നെ മൂവിങ്ങിൽ നമുക്ക് കാല് നിൽക്കത്തില്ല. അപ്പോൾ ഇതിൽ കൂടെ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും കാലവിടെ ഉറപ്പിച്ച് നിർത്താൻ പറ്റില്ല. കൈ ബാലൻസ് പോവും, വീഴുക തന്നെ ചെയ്യും. അപ്പോൾ ആ വീഴ്ചയുടെ ആക്കാതെ എന്തായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല.